ഒരു ഏകാധിപതിയുടെ ജീവിതത്തിന്റെ 5 ഘട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എല്ലാവരും കണ്ടിരിക്കേണ്ട വീഡിയോ ആണത്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം ഇടുന്നതാണ്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഏകാധിപതിയുടെ 5ാം ഘട്ടത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരെല്ലാം സത്യം തിരിച്ചറിയുമെന്ന്. എന്നാൽ അടിമകളായവർ മാത്രം സത്യം മനസ്സിലാക്കാൻ വിസമ്മതിക്കുമെന്നും. തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം കഴിയുന്നതിന് മുൻപ് അതിന് വ്യക്തമായ തെളിവുമായി ഇതാ 2 വലിയ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും വലിയ ഗോദി മീഡിയയായ അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ഭാരതിൻ്റെതാണ് ഈ 2 എക്സിറ്റ് പോളുകളും. ഇതിൽ ആദ്യത്തെ പോള് ഇതാണ്. മെയ് 27-ാം തീയതി വൈകിട്ട് 7:22-നാണ് അവർ ഈ പോള് എക്സിൽ പഴയ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ പോളിന്റെ ചോദ്യം ഇതായിരുന്നു: ജൂൺ 4-ന് ആരുടെ സർക്കാരാണ് രൂപീകരിക്കുക? ഈ പോളിനോട് പ്രതികരിച്ച് 1,13,443 പേരാണ്. അതിനാൽ ഇത് ഏറ്റവും വലിയൊരു പോളാണെന്ന് പറയാം. 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് NDA, രണ്ടാമത്തേത് അവരുടെ വൃത്തികെട്ട മോദി സ്വഭാവവും വെളിവാക്കുന്നതാണ്. ഇന്ത്യ അലയൻസ് എന്നതായിരുന്നു 2ാം ഓപ്ഷൻ. ഇന്ത്യയിലെ ഒരു ദേശീയ മാധ്യമത്തിന്റെ മോദിക്ക് തുല്യമായ സംസ്കാരം. മോദിയോടും അദ്ദേഹത്തിന്റെ മീഡിയകളോടും സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും അതൊക്കെ പോകട്ടെ, അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് നോക്കാം. പോൾ നടത്തിയത് ഗോദി മീഡിയ ആയതുകൊണ്ടും എക്സ് ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയകളും മോദിയുടെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട അടിമകളാൽ നിറഞ്ഞ ആയതിനാലും 75% പേരെങ്കിലും NDA എന്ന് പറയും എന്നല്ലേ വിചാരിക്കുന്നത്. എന്നാൽ ഇത് അതിന്റെ റിസൾട്ട്. 65.2% പേർ പറഞ്ഞത് അവർ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ ഇന്ത്യ അലയൻസ് എന്ന്. വെറും 34.8% പേർ മാത്രമാണ് NDA എന്ന് പറഞ്ഞത്. ഈ പോൾ ഡിലീറ്റ് ചെയ്യരുത് എന്ന് വളരെയേറെ പേർ പറഞ്ഞതിനാലാവണം മുൻപത്തെ പോലെ അവർ ഏതായാലും ഈ പോൾ ഡിലീറ്റ് ചെയ്തില്ല. പക്ഷേ മോദിയുടെ പ്രധാന ആളുകളുടെ കോൾ ഇവർക്ക് വന്നു എന്ന് ഉറപ്പാണ്. നിങ്ങൾ എന്താണ് ഈ ഇലക്ഷന്റെ ഇടയിൽ നമ്മുടെ തനിനിറം പുറത്തു വരുന്ന രീതിയിൽ പോൾ നടത്തുക എന്ന്. അതിനാൽ അവർ വ്യത്യസ്ത ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് 2ാമതൊരു പോൾ മെയ് 28-ന് പോസ്റ്റ് ചെയ്തു. ഇവരെ ഫോളോ ചെയ്യുന്നത് മോദി അടിമകൾ ആയതിനാൽ അവർ ഈ പോൾ മിസ് ചെയ്യാതിരിക്കാൻ എല്ലാ അടിമകളും വോട്ട് ചെയ്ത് അവർക്ക് ആഗ്രഹിക്കുന്ന റിസൾട്ട് ലഭിക്കാൻ അവർ ഈ പോൾ പിൻ ചെയ്തു. പിൻ ചെയ്യുമ്പോൾ അവരുടെ പ്രൊഫൈലിൽ ഏറ്റവും മുകളിലായി കിടക്കും. അതായത് ആദ്യം കാണുന്നത് ഈ പോസ്റ്റ് ആയിരിക്കും. അവരുടെ പ്രൊഫൈലിൽ കയറുന്ന എല്ലാവരും ഈ പോസ്റ്റ് കാണുമെന്ന് ചുരുക്കം. അതിലെ ചോദ്യം ഇതായിരുന്നു: ഇതുവരെ തെരഞ്ഞെടുപ്പ് നടന്ന 486 സീറ്റിൽ ആരാണ് മുൻപിൽ, ആരാണ് പിന്നിൽ? ചോയ്സ് BJP, കോൺഗ്രസ്. എന്നാൽ അവിടെയും ഞെട്ടിക്കുന്ന ഫലം. ഇതുവരെ 56,130 ആളുകളാണ് ഈ പോളിൽ വോട്ട് ചെയ്തത്. ഇതിൽ 77% പേരും പറഞ്ഞത് ഇതുവരെ തെരഞ്ഞെടുപ്പ് നടന്ന 486 സീറ്റുകളിൽ കോൺഗ്രസ് ആണ് മുൻപിൽ എന്ന്. വെറും 23% പേർ മാത്രമാണ് BJP ആണ് മുൻപിൽ എന്ന് പറഞ്ഞത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മുഴുവൻ ആളുകളും സത്യം മനസ്സിലാക്കി എന്നുള്ളതിന്റെ നേർ തെളിവാണിത്. ഇനി ശേഷിക്കുന്ന പൂർണ്ണമായി ചിന്താശേഷി നഷ്ടപ്പെട്ട പരിപൂർണമായി അടിമകളായി തീർന്ന 23% പേർ ഒരിക്കലും മാറില്ല. അവർക്ക് ചിന്താശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നതിനാലാണ് അത്. കുറച്ചു നാൾ മുൻപ് വരെ ഇതായിരുന്നില്ല സ്ഥിതി. അന്ന് സോഷ്യൽ മീഡിയ എല്ലാം അടക്കി വാണിരുന്നത് മോദിയും BJPയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 മാസമായി അതിന് വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം ഇപ്പോൾ അടക്കി വാഴുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. രാഹുൽ ഗാന്ധിയുടെയും മോദിയുടെയും യൂട്യൂബ് പോപ്പുലാരിറ്റിയുടെ 2 വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. യൂട്യൂബിലെ ഇപ്പോഴത്തെ സ്റ്റാറ്റ് ക്വിക്കായി ഒന്ന് കണ്ടോളൂ. വിവേകമുള്ളവരിൽ മോദിയുടെ ജുംല പൊളിഞ്ഞു വീണിരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ളവർ അല്ലെങ്കിൽ നല്ല വിവേകമുള്ള ഇൻഫോംഡ് ആയ ആളുകളാണ് വാട്സാപ്പ് ഒഴികെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, പ്രത്യേകിച്ച് എക്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ വോട്ട് ചെയ്യുന്നവർ അവർ മാത്രമല്ല എന്നുള്ളത് വാസ്തവമാണ്. വോട്ട് ചെയ്യുന്നവരുടെ മൊത്തം സംഖ്യ നോക്കുമ്പോൾ ഈ 23% വരുന്ന ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവർ വലിയൊരു സംഖ്യ തന്നെയാണ്. അതിനാൽ ഇതേ ഫലം ആക്ച്വൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്നത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഇത് വലിയൊരു സൂചന തന്നെയാണ്. പിന്നെ ഏകാധിപതിയുടെ 5 ഘട്ടങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വീഡിയോ കാണാൻ മറക്കല്ലേ.